അതുപോലെ തന്നെ ഒറിജിനൽ സിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. എന്താണ്? ഒരു സബർജല്ലി തിന്നതാണ് പ്രശ്നം. അല്ല, സബർജല്ലിയാണോ ആപ്പിളാണോ അത് തിന്നതാണ് പ്രശ്നം. ഇതിന് ഇനി വരാൻ പോകുന്ന ജനങ്ങളെ മുഴുവൻ എത്ര കോടി വന്നാലും, എന്ത് വലിയ സ്ഥലാകാലാതീതനായ ദൈവം എന്ന് ആലോചിച്ച് നോക്കുക. ഒരു മനുഷ്യനെയും ഒരു സ്ത്രീയെയും ഉണ്ടാക്കുന്നു, അല്ലേ? മനുഷ്യൻ്റെ വാരിയലിൽ നിന്നാണ് സ്ത്രീയെ ഉണ്ടാക്കുന്നത്. അത് സയൻറ്റിഫിക്കായിട്ട് അദ്ദേഹം അംഗീകരിക്കുന്ന അറിയില്ല. കാര്യം അത് ക്ലോണിംഗ് ആണെങ്കിൽ XY നിന്ന് XY ഉണ്ടാവും, XX ഉണ്ടാവില്ല. നോട്ട് ദ പോയിന്റ് ചാക്കോ. അപ്പോൾ പോട്ടെ. അപ്പോൾ അങ്ങനെ ഒരാളെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവരൊക്കെ പറയുകയാണ്, ഞാനിവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, അത് നല്ലതൊക്കെ ആയിരിക്കും, പക്ഷെ നിങ്ങൾ തിന്നാൻ പാടില്ല, നിങ്ങൾ അത് മാത്രം തിന്നാൻ പാടില്ല. എന്നിട്ട് ഒരു ടോക്കിംഗ് പാമ്പിനെ വിടുന്നു. അതാണ് പാമ്പൊക്കെ പരിണാമത്തിൻ്റെ ദശാസന്ധികളിലൂടെ സഞ്ചരിച്ച് ഈ സംസാരശേഷി നഷ്ടപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. ഒരു സംസാരിക്കുന്ന പാമ്പ് എന്ന് പറഞ്ഞു, അത് ദൈവം ഒന്നാന്തരം കള്ളനാണ്. കള്ളൻ എന്ന് പറയുന്നൊരു കൊച്ചു കള്ളൻ എന്ന് എടുത്താൽ മതി കേട്ടോ. ഇനി ദൈവത്തെ നിന്ദിച്ചു എന്നൊക്കെ പറഞ്ഞ് ദൈവം വെള്ളം ഉണ്ടാക്കി എന്തൊക്കെയും പറഞ്ഞു. ദൈവം എന്താണ് പറയുന്നത്? ഇത് കഴിക്കരുത്, കഴിച്ചാൽ പ്രശ്നമാണ്. അപ്പോൾ ഈവ്, അതായത് ഹവ എന്താ പറയുന്നത്? സാത്താനോട്, അല്ല, ഈ പാമ്പിനോട് പറയുന്നത് ഇത് കഴിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സ്കൈ ഡാഡി പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ത്? ഈ ടോക്കിംഗ് പാമ്പ് എന്ത് പറഞ്ഞു? ഞാനിത് കഴിച്ച് ഞാൻ അടിപൊളിയായിട്ട് കേൾക്കുന്നത്, എൻ്റെ രൂപം നോക്കൂ, അങ്ങനെ മരിക്കത്തൊന്നുമില്ലെന്ന് പറഞ്ഞു. സ്ത്രീ കഴിക്കുന്നു, അങ്ങനെ മരിക്കുന്നില്ല. അപ്പോൾ ആരാ സത്യം പറഞ്ഞേ? സാത്താനാണെന്ന് സത്യം പറഞ്ഞ, ദൈവമാണോ സത്യം പറഞ്ഞത്? നമ്മൾ മരിക്കുന്നില്ല, അവർ പിന്നെ എത്രയോ 90 എത്ര 900 വർഷം, അദ്ദേഹത്തിന് കൃത്യമായ കണക്കുണ്ടാവും അദ്ദേഹത്തിന് കമ്പ്യൂട്ടറിൽ. 900 വർഷമൊക്കെ ആണ്ടാണ് ജീവിക്കുന്നത്, ആടോ ഈയും ഒക്കെ. ഒരു മരണവും ഇല്ല, കള്ളം പറഞ്ഞു, പോട്ടെ. അപ്പം ഈ ഒറിജിനൽ സിൻ വരുന്നത് ആപ്പിൾ തിന്നതാണ്, അല്ലെ സബർജല്ലി തിന്നതാണ്. അതിനുശേഷം മുഴുവൻ പാപികളാണ് മനുഷ്യൻ. ജനിക്കാതിരിക്കണം പാവം പോകണം. ക്രിസ്ത്യൻ തിയറിയാണ്, ഒരു മനുഷ്യന് പാവം പോകണമെങ്കിൽ ജനിക്കാതിരിക്കണം. അങ്ങനെയാണ് ക്രിസ്തുവിനെ ആ ഒരു ഇതുണ്ടാകുന്നത്. ആരും ജനിച്ചു കഴിഞ്ഞാൽ പാവിയായി പോയല്ലോ. ഒരു പുരുഷ സംസർഗം വഴി അല്ല എന്നുള്ള കഥ ആ കഥ ഒരുപാട് എടുത്തുണ്ട് കേട്ടോ. ഗ്രീക്ക്, റോമൻ, ഒരുപാട് മിതോളജിയിൽ ഇങ്ങനെ വെർജിൻ ബർത്ത് ഉണ്ട്. ഇപ്പോൾ ഡയാന പോലെയുള്ള റോമൻ ദേവിമാർ അങ്ങനെ ഒരുപാട് എടുത്തുണ്ട്, പോട്ടെ. പക്ഷേ ഇതെന്താണ്? ജന്മഭാവം ഇല്ലാതാക്കാനായിട്ടാണ് ക്രിസ്തുവിനെ ഇങ്ങനെ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെയാണ് മേരിയുടെ കാര്യത്തിലും അമലോത്ഭവം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിന് അവർ ചെയ്തെന്താണ്? മേരിയുടെ, അതായത് മറിയത്തിൻ്റെ അമ്മക്ക് ഇതേ കണക്കായിരുന്നു, അതായത് ഈ പാപരഹിത. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അമ്മ എങ്ങനെ ആയിരിക്കണം? അമ്മയ്ക്ക് ഇങ്ങനെ കൊടുക്കണം, അങ്ങനെ പുറകോട്ട് പോകണം. ഇല്ല, പണ്ടാന്ന് പറഞ്ഞാൽ ഒന്നിന് മേരിയെ മാത്രം അമലോത്ഭവത്തിൽ പെടുത്തിയാൽ പോരാ, മേരിയുടെ അമ്മയെ പെടുത്തണം, മേരിയുടെ അമ്മയുടെ അമ്മയെ പെടുത്തണം, അതിൻ്റെ അമ്മയുടെ പെടുത്തണം. എന്തെല്ലാം പിന്നെ വിക്രിയകളാണ് കാണിക്കുന്നത് അറിയാം. ഇതെല്ലാം കാര്യം എന്താണ്? ഒറിജിനൽ സിൻ മാത്രമല്ല, വേറെ സിൻ ഉണ്ട്. എന്താണ്? നിങ്ങൾ കളക്ട് ചെയ്യുന്ന സിൻ, ജീവിതത്തിൽ കളക്ട് ചെയ്യുന്ന സിൻ, ജന്മഭാവം, പിന്നെ കർമ്മഭാവം. ഈ 2 ഭാവമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു ബെഗറോട്, ഒരു മതവിശ്വാസി, യഥാർത്ഥ മതവിശ്വാസി എന്തായിരിക്കും സ്വീകരിക്കുന്നത്? അവൻ പൈസ കൊടുക്കില്ല, പൈസ കൊടുക്കാൻ പാടില്ല. പക്ഷെ മനുഷ്യൻ എമ്പതി ഉള്ളത് കൊണ്ട്